ഒടുവിൽ അമിത്ഷാ മാധ്യമങ്ങൾക്ക് മുമ്പിലെങ്കിലും വന്നു. ഇന്ന് അദ്ദേഹം വന്നത് സഭയിൽ അദ്ദേഹം എത്തുന്നതിനുള്ള ഒരു ഉപാധി പറയാനാണ്. അതായത് വിദ്യാർത്ഥി പക്ഷവുമായി ബന്ധപ്പെട്ട്, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ചർച്ചയ്ക്കായി സ്പീക്കർക്ക് കത്ത് നൽകണം. അങ്ങനെ ഇന്ന് 3 മണി മുതൽ നാളെ 3 മണി വരെ ചർച്ച നടത്താം. ആ ചർച്ചയ്ക്കൊടുവിൽ ഞാൻ അതിന് മറുപടി പറയാം എന്നാണ് അമിത്ഷായുടെ ഓഫർ. പക്ഷേ ഞാൻ മറുപടി പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം, ആരും ബഹളം ഉണ്ടാക്കരുത് എന്നുള്ള പ്രത്യേക കണ്ടീഷനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തേതുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അപ്പോൾ തന്നെ സഭയ്ക്ക് പുറത്ത് അതിന് മറുപടി നൽകുന്നുണ്ട്. താങ്കളുടെ പ്രഭാഷണം കേൾക്കാനല്ല ഞങ്ങൾ സഭയിൽ വരുന്നത് എന്നുള്ള കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെഷൻ അവസാനിക്കാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കി. അതായത് നാളെ ഈ പാർലമെൻറ്റ് സെഷൻ അവസാനിക്കുകയും ചെയ്യും. അജിംസ്, അമിത്ഷാ വരുമെന്നുള്ള പ്രതീക്ഷ ഇനിയുമില്ല. അദ്ദേഹം ഈ പുറത്തു നിന്ന് വെല്ലുവിളിക്കുന്നത് എന്തിനായിരിക്കും? പുറത്തുനിന്ന് വെല്ലുവിളിക്കുന്നതായിട്ടാണോ നൗഫൽ തോന്നിയത്? എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. അല്ല, അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അല്ല. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം മാധ്യമങ്ങളോട് പലവട്ടം സംസാരിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ അദ്ദേഹം നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ച രീതി അമിത്ഷായുടെ പ്രേതം പോലെയാണ് നമുക്ക് തോന്നിയത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് മാറിയിരിക്കുന്നു. സാധാരണ രീതിയിൽ കുറേ കൂടി അസർട്ടീവായി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. പ്രസംഗിക്കുമ്പോഴാണെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഭയങ്കര അസർട്ടീവായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു മോഡിലാണ് എപ്പോഴും അദ്ദേഹം സംസാരിക്കുക. ഇന്ന് അങ്ങനെയല്ല. അതിൻ്റെ ശരീരഭാഷ അങ്ങനെയല്ല, അദ്ദേഹം സംസാരിക്കുന്ന രീതി അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ വന്ന് സംസാരിക്കാം, പക്ഷേ ബഹളം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ സിനിമയിൽ ഇന്നസെൻ്റ് പറയുമ്പോൾ അവന്മാരോടൊന്ന് ചിരിക്കാതിരിക്കാൻ പറയാമെന്ന് പറയുന്നൊരു സീനുണ്ടല്ലോ, എനിക്ക് എൻ്റെ കോൺസെൻട്രേഷൻ അതുപോലെ തന്നെ അഴകിരാവണം. ഇപ്പോൾ ഇത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ട്രാപ്പാണ് ആക്ച്വലി. അതായത് അമിത്ഷായെ സഭയിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ അമിത്ഷായുടെ പ്രസംഗം കേൾക്കാനല്ല എന്ന് രാഹുൽ ഗാന്ധി എന്ന് മറുപടി പറഞ്ഞല്ലോ. അതിന് അമിത്ഷായുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ സഭയിൽ വരാൻ പറഞ്ഞു. 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഞങ്ങളുടെ മുമ്പിൽ. ഒന്ന്, വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഉത്തരവിട്ടത് ആരാണ്? ഉത്തരവിട്ട അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ രാജിവെക്കണം. ഇനി അമിത്ഷാ അല്ല അറിഞ്ഞതെങ്കിൽ അദ്ദേഹം ഇൻകമ്പിറ്റൻ്റ് ആണ്, എന്നാലും രാജിവെക്കണം. ഇതാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ സഭയിൽ ചർച്ച നടത്താമെന്ന അമിത്ഷായുടെ ഓഫർ പ്രതിപക്ഷം സ്വീകരിക്കുകയില്ല. കാരണം ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്സഭയിൽ അംഗസംഖ്യ കൂടുതൽ BJPക്കാണ്. അപ്പോൾ കൂടുതൽ സമയം BJP കൊടുക്കും. അത് ഇന്ന് വൈകിട്ട് 3 മണി വരെ, നാളെ വൈകിട്ട് 3 മണി വരെ ചർച്ച നടക്കാം, നാളെ ഞാൻ വന്ന് മറുപടി പറയാമെന്നാണ് അമിത്ഷാ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? BJP അംഗങ്ങൾ എന്തൊക്കെയോ പറയും, പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ കുറച്ച് സമയം കിട്ടും, അവസാനം അമിത്ഷാ വന്നിട്ട് ആരും ബഹളം ഉണ്ടാകാതെ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും. അതല്ല വേണ്ടത്. അദ്ദേഹം എന്തായിരിക്കും പ്രസംഗിക്കുക? ഞാനല്ല, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുണ്ടായാണ്, പോലീസുകാർക്കും പരിക്കേറ്റു, വിദ്യാർത്ഥികൾക്കിടയിൽ കലാപകാരികൾ നുഴഞ്ഞു കയറി, ദേശദ്രോഹികളുണ്ടായിരുന്നു, അവരെ ആക്രമിച്ച് പോലീസ് തിരിച്ചിട്ട് ഗ്യാസ് പ്രയോഗിച്ചു, അതിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു പോകും. പക്ഷേ ഇവിടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതാണ് അക്കൗണ്ടബിലിറ്റിയാണ്. ഈ അക്കൗണ്ടബിലിറ്റി അമിത്ഷായുടെ ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അമിത്ഷായ്ക്ക് പാർലമെൻറ്റിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ ഒരു മടിയില്ല. അമിത്ഷായെ അലട്ടുന്ന പ്രശ്നം അതേ അല്ല. അമിത്ഷായെ അലട്ടുന്ന പ്രശ്നം പാർലമെൻറ്റിന് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. ഇന്ന് നമ്മൾ കണ്ടൊരു സീനുണ്ട് UP ഹാമിർപൂറിൽ നിന്ന്. അവിടെ ജൻ ആൽഫ, അതായത് സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്കൂളിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. അവർ പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് റോഡ് ടാർ ചെയ്തിട്ടില്ല എന്നാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. ഇത് പറയുന്ന ആരാ? ജൻ ആൽഫയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആ പ്രായത്തിൽ സ്വാതന്ത്ര്യം എന്താണെന്നോ സ്വാതന്ത്ര്യദിനം എന്താണെന്നോ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ റോഡ് ടാർ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുന്നില്ല. കുട്ടികൾ പറയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഞങ്ങൾ റോഡ് ടാർ ചെയ്തിട്ടില്ല, റോഡ് ടാർ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതായത് പുതിയ തലമുറ സർക്കാരിനെതിരെ തെരുവ് ഇറങ്ങി നിൽക്കുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി ആ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഈ വിഷയം സംസാരിക്കുമ്പോൾ, അമിത്ഷായുടെ ഓഫർ നിരസിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങൾ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അത് നിർത്തിയിട്ട്, നിങ്ങൾ അവരോട് ഇങ്ങനെ ഇടയ്ക്ക് കയറി ചോദിക്കാറുണ്ടോ? അപ്പോൾ തന്നോട് ചോദിച്ചത് തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അവർ വീണ്ടും എന്തോ പറയാൻ ശ്രമിക്കും. അല്ല, അങ്ങ് പറഞ്ഞോളൂ. അല്ലല്ല, എനിക്ക് അറിയാനുള്ളത്, നിങ്ങൾ അവരോട് ചോദിക്കാറുണ്ടോ? നിങ്ങൾ അവരുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് എലികളെ പോലെ ചുരുണ്ടോടുന്നത്? നിങ്ങൾ നോക്കൂ, പുതിയ തലമുറ അവരെ ഭയക്കുന്നില്ല, നിങ്ങളും ഭയക്കരുത് എന്ന് മാധ്യമങ്ങളെ ക്ലാസ് എടുക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അതായത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു. ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നത് കേവലം ഏതെങ്കിലും രീതിയിൽ ഇലക്ഷനിൽ തോറ്റതുകൊണ്ട് പോലും അല്ല. വെസ്റ്റ് ബംഗാൾ ഇലക്ഷനിൽ വലിയ വിജയം BJP നേടിയ ഉടനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ സർക്കാരിനെതിരായി ചിന്തിക്കുന്നു, സർക്കാരിനെതിരെ തുറന്ന അഭിപ്രായം പറയാൻ മടി കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടൻറ്റുകൾ നീക്കം ചെയ്തിട്ടും, എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ള വീഡിയോകളും അതെല്ലാം നീക്കം ചെയ്തിട്ടും ആളുകൾ ധൈര്യപൂർവ്വം അതേക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു
എന്ന് മാത്രമല്ല രാജ്യത്തെ പല ഭാഗങ്ങളിലേക്ക് ഇത് വളരുന്നു. CJP എന്ന് പറയുന്ന ഓൺലൈൻ മൂവ്മെൻറ്റ് അവർ കുറേ കൂടി വലുതാവാൻ ശ്രമിക്കുന്നു. അവർ പുതിയ പുതിയ വിഷയങ്ങളെടുത്ത് ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്വാതന്ത്ര്യത്തെ, അതിനെ ഭരണകൂടം എങ്ങനെയാണ് അമർത്തി വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. അപ്പോൾ ഈ ഡിസെൻറ്റ് വലുതാവുകയാണ്. ജനങ്ങളിൽ നിന്ന് ഭയം ഒഴിഞ്ഞു മാറുകയാണ്. ഈ ഭയം ഒഴിഞ്ഞു മാറുന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കാരണം രാജ്യത്ത് ഭയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ ഭയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ. കാരണം അമിത്ഷായെ പറ്റി സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇമേജ് എന്താണെന്ന് വെച്ചാൽ ചാണക്യൻ, രാഷ്ട്രീയ ചാണക്യൻ എന്ന് മാത്രമല്ല ഒരു റൂത്ത്ലെസ് റൂളർ എന്ന ഒരു ഇമേജ് കൂടിയാണ്. റൂത്ത്ലെസ് റൂളർ എന്ന് വെച്ചാൽ കയ്യിലുള്ള സകല കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടുന്ന, നിർദ്ദയം വേട്ടയാടുന്ന, ഒരു കരുണയും കാണിക്കാത്ത, ആരെയും ഏതറ്റം വരെയും പോയി തൂക്കുന്ന ഒരു റൂത്ത്ലെസ് റൂളറായിട്ടാണ് സംഘപരിവാർ അദ്ദേഹത്തെ ഇമേജ് ചെയ്തത്. ഇന്ന് ആ ഇമേജാണ് നമ്മൾ കണ്ടത്. ഇന്ന് കണ്ടത് വളരെ ദുർബലനായ, വളരെ വിനയത്തോടെ സംസാരിക്കുന്ന, ഞാൻ ഒന്ന് സംസാരിക്കുമ്പോൾ ഒച്ച വയ്ക്കാതിരിക്കാൻ അമ്മമാരോടൊന്ന് പറയാവോ എന്ന രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് കാണുന്നത്. അങ്ങനെയാക്കി മാറ്റിയതിന് പിന്നിൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. ഈ രാഷ്ട്രീയ കാലാവസ്ഥയാണ് പ്രതിപക്ഷത്തിന് അത് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം. പ്രതിപക്ഷം ഇപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ ഇതിൽ നിന്നും വിടാൻ പോകുന്നില്ല. ഇനി ഒരു പ്രത്യേക സെഷൻ വിളിക്കുകയാണെങ്കിൽ, ഇനിയും ഒരുപാട് ബില്ലുകളൊക്കെ പാസ്സാക്കാനുണ്ടല്ലോ, പ്രത്യേക സെഷൻ വിളിക്കുകയാണെങ്കിൽ അപ്പോഴും ചന്താച്ചോരി, അയോധ്യയിലെ ക്ഷേത്രക്കൊള്ള വീണ്ടും അവർ ഉന്നയിക്കും. അപ്പോൾ ഉന്നയിക്കാൻ പറ്റിയ വിഷയങ്ങളുണ്ട്. പ്രതിപക്ഷം ഡിഫൻസിലാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്ലാതെ അമിത്ഷാ മറുപടി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. BJP അത്രത്തോളം നിരായുധരായോ? അല്ല, ഈ കേസിലുണ്ട് ശരിക്കും. കാരണം BJPയെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ വന്ന് മറുപടി പറയുക, പാർലമെൻറ്റിനോട് അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത് പാർലമെൻറ്റിൽ അങ്ങനെ വാല്യൂ ചെയ്യുന്ന ഒരു പാർട്ടിയും പരിപാടിയൊന്നും അല്ലല്ലോ BJPയുടേത്. BJP എപ്പോഴെങ്കിലും ഈ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 12 വർഷമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇതാണ്: പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ പാസ്സാക്കുന്നു എന്നതാണ്. കശ്മീരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 പോലും ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് അമിത്ഷാ കയറി വരുന്നു, പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുക്കുന്നു, വായിക്കുന്നു, കൈയടിച്ച് പാസ്സാക്കുന്നു, ഒരു സംസ്ഥാനം അങ്ങോട്ട് ഇല്ലാതാവുന്നു. അപ്പോൾ ഒരു കാര്യം പാർലമെൻറ്റിനെ അവതരിപ്പിക്കുക, പാർലമെൻറ്റിൻ്റെ അഭിപ്രായം തേടുക, ഗുരുതരമായ നിയമങ്ങൾ പോലും, നിർണായകമായ നിയമങ്ങൾ പോലും പാർലമെൻറ്റിനോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയല്ല. ഇവർ ഓട്ടോക്രാറ്റിക് സ്വഭാവമുള്ള, സമഗ്രാധിപത്യ സ്വഭാവമുള്ള, പ്രസിഡൻഷ്യൽ രീതി ആഗ്രഹിക്കുന്ന, രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ റൂളിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റവും ഒരു സംവിധാനവുമാണ് സംഘപരിവാറിൻ്റെ. അതുകൊണ്ട് പാർലമെൻറ്റിൽ വന്ന് പ്രതിപക്ഷത്തോട് സംസാരിക്കുക, പ്രതിപക്ഷം സംസാരിക്കുന്നത് കേൾക്കുക, പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം എടുക്കുക. മോദി എപ്പോഴെങ്കിലും വരുന്നത് കണ്ടുണ്ടോ? വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഡിസ്കസ് ചെയ്യപ്പെടുമ്പം എപ്പോഴെങ്കിലും മോദി വന്നിരിക്കാറുണ്ടോ? മണിപ്പൂർ അടക്കമുള്ള സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് പാർലമെൻറ്റിനെ വാല്യൂ ചെയ്യുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം സംഘപരിവാറിനില്ല എന്നത് കാണണം. അതുകൊണ്ട് പാർലമെൻറ്റിൽ വന്ന് അമിത്ഷാ മറുപടി പറഞ്ഞോണമെന്ന് പറയുമ്പോൾ അത് അമിത്ഷായ്ക്ക് അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അയ്യോ, ഞാൻ ചെയ്യുന്നത് മോശമാണല്ലോ, ഞാൻ 10-17 ദിവസമായിട്ട് പാർലമെൻറ്റിൻ്റെ സഭയ്ക്കകത്ത് കറായി നടക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമാണല്ലോ എന്ന് അമിത്ഷായ്ക്കും തോന്നുന്നില്ല, അമിത്ഷായുടെ കൂടെയുള്ളവർക്കും തോന്നുന്നില്ല, അമിത്ഷായ്ക്ക് കൈയടിക്കുന്ന സാധാരണക്കാർക്കും തോന്നുന്നില്ല. പാർലമെൻറ്റ് ഇത് നമ്മുടെ ഹിന്ദു രാജ്യം, നമ്മളെ മോദിജി തീരുമാനിക്കും. അതിനിടയ്ക്ക് എന്ത് പാർലമെൻറ്റ്, അവിടെ കുറേ വേറെ ആൾക്കാരും കയറിയിരിക്കുന്നു, ഓമാരുടെ മറുപടി പറയേണ്ട കാര്യം എന്താണ് എന്ന മട്ടിൽ കാണുന്ന ഒരു എക്കോസിസ്റ്റത്തിൻ്റെ തലവനാണ് അമിത്ഷാ. അതുകൊണ്ട് അമിത്ഷായ്ക്ക് ആ ധാർമ്മിക പ്രശ്നമില്ല. രണ്ടാമത്തേത്, ഈ കേസിലെ സ്പെസിഫിക് ഇഷ്യൂ എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസാരിക്കാൻ വരുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. സാധാരണ നിലയ്ക്ക് അവർക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കാം, പക്വതയില്ലാത്തവരെന്ന് വിളിക്കാം, വകതിരിവില്ലാത്തവരെന്ന് വിളിക്കാം, മണ്ടനെന്ന് വിളിക്കാം, അങ്ങനെയൊക്കെ വിളിക്കാം. പിന്നെ നെഹ്റുവിനെ കളിയാക്കാം, കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തെ കളിയാക്കാം. അങ്ങനെ ഈസി ആയിരുന്നു ഏത് വിഷയവും. മണിപ്പൂർ വിഷയത്തിൽ പോലും മോദി എടുത്ത സ്ട്രാറ്റജി അതായിരുന്നു. ഇന്നത്തെ രാഹുൽ ഗാന്ധി അല്ല. 10-12 വർഷം BJP IT സെല്ലെടുത്ത് പണിയെടുത്ത മുഴുവൻ ഒലിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തെരുവിൽ ഇറങ്ങി നിൽക്കുമ്പോൾ 10,000-കണക്കിന് മനുഷ്യർ അവരുടെ ഹൃദയം കൊണ്ട് രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ആ സ്വീകാര്യത കിട്ടുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ജീവിത പ്രശ്നങ്ങളെ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുകൊണ്ടാണ്. അതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് വന്നിട്ട് രാഹുൽ ഗാന്ധിയെ 4 തേമ്പി പോകാൻ കഴിയുന്ന സമയം കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഈസ് എ പവർഫുൾ പപ്പു നൗ. അവർ പപ്പു എന്നാണ് വിളിച്ചുകൊണ്ടെങ്കിൽ ഇപ്പോൾ അയാൾ ഭയങ്കര സ്ട്രോങ് ആണ്, പവർഫുള്ളാണ്. കാരണം അയാളുടെ കൂടെ വലിയ വിഭാഗം ആളുകളുണ്ട്. ഫ്രണ്ട്സ് എന്ന് മോദി വിളിക്കുമ്പോൾ അങ്കിൾ പോ എന്ന് പറയുന്ന പിള്ളേർ, വരൂ എന്ന് രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ 10,000 വരുന്നു. അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഓരോന്ന് എൻഗേജ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഞാൻ നിങ്ങളോട് വല്ലതും പറയാമെന്ന് പറഞ്ഞ് മോദി വരുമ്പോൾ രാഹുൽ ഗാന്ധി വന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ട് എന്നോട് പറഞ്ഞാൽ കേൾക്കാമെന്ന് പറയാണ്. ഈ 2 വ്യത്യാസമുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ, അവരുടെ ഭാഷ മനസ്സിലാവാനുള്ള ബ്രെയിൻ, അത് രണ്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് പവർഫുള്ളായ, റീഡിസൈൻ ചെയ്യപ്പെട്ട, പുനരുദ്ധരിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയെ ചുമ്മാ വന്ന് അടിച്ചിട്ട് പോകാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയിൽ കൃത്യമായിട്ടുള്ള പോയിന്റ് ഉണ്ട്. അയാൾ കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വർത്തമാനമാണ് പറഞ്ഞത്. എന്ത് പറയാറുണ്ട്? അയാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആരാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തത്?
ഞാനല്ല എന്ന് പറയാൻ പറ്റില്ല, ഞാനാണ് എന്ന് പറയാൻ പറ്റില്ല, രണ്ട് പറഞ്ഞാലും കുഴപ്പമാവും. എന്ന് മാത്രമല്ല അവിടെ വന്നിട്ട് ആ സമരം രാജ്യദ്രോഹ സമരമായിരുന്നു എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ജെൻസി നമ്മുടെ കുഞ്ഞുങ്ങളാണ്, ഇവർ നമ്മുടെ ഫ്രണ്ട്സ് ആണെന്ന് മോദി പറയുന്നു, ജെൻസി നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് മോഹൻ ഭാഗവത് പറയുന്നു. ഇനി അമിത്ഷായ്ക്ക് വന്നിട്ട് അവിടെ തള്ളി പറയാൻ പറ്റുമോ? അവർ രാജ്യവിരുദ്ധരാണെന്ന് പറയാൻ പറ്റും. പറഞ്ഞാൽ വീണ്ടും പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വീണ്ടും ട്രിഗേർഡ് ആവുകയാണ്. സോ ഇതിനകത്തോട് എടുക്കാനൊരു സ്ട്രാറ്റജി ഇല്ല, വെറുതെ വന്ന് അടിച്ചിട്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിനകത്ത് ഇവർക്ക് സ്ഥിരം ഇവരുടെ കയ്യിലുള്ള രാജ്യവിരുദ്ധർ, പാകിസ്ഥാൻ ഏജൻറ്റ്, അല്ലെങ്കിൽ അമേരിക്ക പിന്നെ ഇവർ നേതാക്കന്മാരൊന്നും പറയത്തില്ല, ബംഗ്ലാദേശി ഏജൻറ്റ് എന്നൊന്നും ഇവർക്ക് പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ പുറത്തുള്ള ആളുകൾ വീണ്ടും ട്രിഗേർഡ് ആവുകയും കൂടുതൽ വലിയ സമരങ്ങളോ പുതിയ സമരങ്ങളോ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തേത്, രാഹുൽ ഗാന്ധിയെ അമിത്ഷാ പാഠം പഠിപ്പിച്ചു എന്ന് തലക്കെട്ടടിക്കാൻ ഇനി ഒരു ഗോധി മീഡിയയ്ക്കും പറ്റുകയില്ല. കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് കൃത്യം പോയിൻ്റാണ്. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഇനിയും പോയിൻ്റ് ഉണ്ട്. എന്ന് മാത്രമല്ല, അയാൾ പ്രയാഗ്രാജിൽ നടത്തിയ പരിപാടിയുടെ വലിയ സ്വീകാര്യത കണ്ടതാണ്. ആ മനുഷ്യനോട് എന്തെങ്കിലുമൊക്കെ ബ്ലാ പറഞ്ഞിട്ട് പോയാൽ രാഹുൽ ഗാന്ധിയെ തോപ്പിച്ചേ എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ വാർത്ത കൊടുത്താൽ ആ ഹിന്ദി മാധ്യമങ്ങൾക്കറിയാം, പ്രതിപക്ഷത്തെ വായടപ്പിച്ച് അമിത്ഷാ എന്ന് വാർത്ത കൊടുത്താൽ നാട്ടുകാർ കല്ല് പിറകെ എറിയുമെന്ന് അവർക്കറിയാം. സോ ഇതൊരു വളരെ വലിയ ഒരു ക്രൈസിസിനെ സംഘ്പരിവാർ എക്കോസിസ്റ്റവും അമിത്ഷാ അടക്കമുള്ള ആൾക്കാർ നേരിടുകയാണ്. അമിത്ഷായ്ക്ക് പാർലമെൻറ്റിൽ കയറാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണ്, തല പൊക്കാൻ പറ്റുന്നില്ല, ദാറ്റ്സ് മലയാളം. ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ആ പ്രശ്നത്തെ ഈ സെഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോകട്ടെ എന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നു. കാരണം അല്ലാത്ത പക്ഷം അതിനകത്ത് കയറിയാൽ എങ്ങനെ കയറിയാലും കുടുങ്ങുമെന്ന് പറഞ്ഞാണ് അവർ നേരിടുന്ന അവസ്ഥ. അത് ഒരു 10-12 വർഷം തോന്നിയ പോലെ ഭരിക്കുമ്പോൾ ലോകത്തെവിടെയും സംഭവിക്കുന്നതിൻ്റെ സ്വാഭാവികമായ പരിണാമത്തിലേക്ക് ഇന്ത്യ പ്രവേശിക്കുന്നു എന്നാണ് നാം കണ്ടത്. ബി ജെ പിയുടെ കയ്യിൽ എല്ലാം ഇങ്ങനെ പിടികില്ലിക്കുകയല്ല, അത് ചിലത് കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ കാഴ്ചയാണത്.